സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിലും അനിശ്ചിതത്വം തുടരുന്നു. തീരുമാനമുടൻ വേണ്ട എന്നാണ് CPM-ൽ നിലവിലുള്ള ഒരു ധാരണയിലൂടെ മനസ്സിലാകുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിഷയം ചർച്ച ചെയ്തിട്ടില്ല. നാളത്തെ സംസ്ഥാന സമിതിയിലെയും അജണ്ടയിലും ഇക്കാര്യം ഉൾപ്പെട്ടിട്ടില്ല. പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ആരെ നിയോഗിക്കണമെന്നത് സംബന്ധിച്ച് LDF PB യോഗങ്ങൾക്ക് പിന്നാലെ ചേർന്ന CPM സെക്രട്ടേറിയറ്റ് യോഗം ചർച്ച ചെയ്യുമെന്നായിരുന്നു സൂചന. എന്നാൽ സെക്രട്ടേറിയറ്റിന്റെ അജണ്ടയിൽ വിഷയം ഉൾപ്പെട്ടിരുന്നില്ല. നാളെയും മറ്റന്നാളുമായി നടക്കുന്ന സംസ്ഥാന സമിതി യോഗത്തിന്റെ അജണ്ടയിലും വിഷയം ഉൾപ്പെടുത്തിയിട്ടില്ല. അതിനാൽ വിഷയം സംസ്ഥാന കമ്മിറ്റിയും ചർച്ച ചെയ്യില്ല. മുഖ്യമന്ത്രിയെ തീരുമാനിച്ച ശേഷം പ്രതിപക്ഷ നേതാവിനെ നിശ്ചയിച്ചാൽ മതിയെന്നാണ് തീരുമാനം. സംസ്ഥാന കമ്മിറ്റി യോഗത്തിനിടയിൽ മുഖ്യമന്ത്രിയെ തീരുമാനിച്ചാൽ CPM പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ കൂടി നിർദ്ദേശം തയ്യാറാക്കും. ഇതിനുശേഷം സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ അവതരിപ്പിക്കും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം സംബന്ധിച്ച് പിണറായി വിജയൻ നിലപാട് അറിയിച്ചിട്ടില്ല. കേരള ഘടകം തീരുമാനമെടുക്കട്ടെ എന്നാണ് CPM പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. എന്നാൽ ചില PB അംഗങ്ങൾക്ക് വിയോജിപ്പുണ്ടെന്നാണ് സൂചന. സാഹചര്യങ്ങൾ വിലയിരുത്തി തീരുമാനമെടുക്കാനാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം. മന്ത്രിമാരുടെ മണ്ഡലങ്ങളിലെ പരാജയം സംബന്ധിച്ച് സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ വിശദമായ ചർച്ചകളും നടക്കും. ജനം, തിരുവനന്തപുരം.